കള്ളം പറയാൻ പാടില്ല, കാര്യത്തിലും പറയരുത്, കളവായിട്ടും പറയരുത്. കാര്യത്തിനും പറയാൻ പാടില്ല, കളവായിട്ടും പറയാൻ പാടില്ല, തമാശക്കും പറയാൻ പാടില്ല. തമാശക്കും ഒരു കള്ളം പറഞ്ഞുകൊണ്ടും ജയിക്കരുത്. അതൊരു ജയാകൂല, അതൊരു പരാജയമാണ്. സത്യം പറഞ്ഞാൽ എവിടെയും ജയിക്കാൻ പറ്റും. കള്ളം പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് പൊളിയും സഹോദരങ്ങളെ. അതുകൊണ്ടല്ലേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാര് പറഞ്ഞ കളവ് പൊളിഞ്ഞു പോയത്? 10 ആളും കൂടി വന്നിട്ട് കള്ളം പറഞ്ഞില്ലേ? എന്താ അവര് കള്ളം പറഞ്ഞത്? അവര് കുപ്പായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം വഹിച്ചിട്ട് ആ കുപ്പായത്തിന്റെ മേലെ രക്തക്കറകളൊക്കെ പുരട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായം അവര് കൊണ്ടുവന്നിട്ട് അവര് പറഞ്ഞില്ലേ ബാപ്പയോട്, നമ്മുടെ സഹോദരനെ ചെന്നായ ഭക്ഷിച്ചുപോയി, ഞങ്ങളെ സാമഗ്രികളൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ഇരുത്തിപ്പോയതാണ്, പക്ഷേ പെട്ടെന്ന് ചെന്നായ വന്ന് തിന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായം നോക്കിയിട്ട് ഉപ്പ ചോദിച്ചു, മക്കളെ ചെന്നായ നല്ല യുക്തിയുള്ള ചെന്നായയാണല്ലോ, കുടുക്ക് അയക്കാതെ വലിച്ചു കീറാതെ അതേ കുപ്പായം ഇങ്ങനെ പതുക്കെ ഊരി വെച്ചിട്ട് ശരീരം മാത്രം പിടിച്ചു കൊണ്ടുപോയതാണോ? കളവ് പറഞ്ഞ ഇവരിത് കുപ്പായം കീറാൻ മറന്നുപോയി. കുപ്പായത്തിന് ചോരൊക്കെ പുരട്ടിയിട്ടുണ്ട്, പക്ഷെ കുപ്പായത്തിന്റെ കുടുക്കൊക്കെ ബട്ടണൊക്കെ ഇട്ടിട്ടുണ്ട്, കുപ്പായം കീറാൻ മറന്നുപോയി. കീറാൻ മറന്നപ്പോ തന്നെ ആ പറഞ്ഞത് കളവാണ് എന്ന് ഈ രൂപം കണ്ടപ്പോ തന്നെ തിരിഞ്ഞു. കള്ളം പൊളിയും എങ്ങനെയും, അത് കുറെ കാലം കഴിഞ്ഞാലും പൊളിയും. ഓ, നല്ല യുക്തിമാനായ ചെന്നായാണല്ലോ, കുപ്പായം ഇങ്ങനെ കുടുക്കൊക്കെ ഇങ്ങനെ അയച്ച് റെഡിയാക്കി ഒരു ഭാഗത്ത് ഇട്ടിട്ട് ബോഡി മാത്രം കടിച്ചു കൊണ്ടുപോയതാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മൾ കുപ്പായം കീറിയില്ലല്ലോ. ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ കുപ്പായം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറണ്ടേ? ഈ തിരക്കിനിടയിൽ ബേജാറിനിടയിൽ അത് മറന്നുപോയി. കണ്ടാ, അതാ കളവൻ പൊളിഞ്ഞുപോയി. കളവ് എപ്പോഴും പൊളിയും. കള്ളം പറയാൻ പാടില്ല. മൂന്നാമത്